മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കൽ പോലീസിനെതിരെ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ തുളസി പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ നടപടികൾ ഉണ്ടായി. ജനാധിപത്യ സമൂഹത്തിൽ മനുഷ്യത്വപരമായി ഇടപെടേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും കുടിയൊഴിപ്പിക്കൽ നടപടിയിൽ സാവകാശം തേടി കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് ഇടപെടുമ്പോൾ മനുഷ്യത്വപരമായിട്ട് ഇടപെടണം എന്നുള്ളത് നമ്മൾ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ അത്തരത്തിലൊരു ജനാധിപത്യ സമൂഹത്തിലല്ലേ എല്ലാവരും ജീവിക്കുന്നത്. പിന്നെ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് വളർത്തിയെടുക്കുക. ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നു, അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു ജനാധിപത്യ രഹിതമായിട്ടുള്ള നടപടി, ഈ സർക്കാരിൻ്റെ ഒരു തെറ്റായ നടപടിയാണ് എന്നുള്ള തരത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ അഭിപ്രായം പ്രകടിപ്പിക്കുക. അപ്പം അതൊന്നും തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഒട്ടും നല്ലതല്ല. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഒരു വിഷയം ആളിക്കത്തിക്കുന്നതിന് പകരം ആ വിഷയത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ആശ്വാസം പകരുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ലാഭമല്ലല്ലോ പ്രശ്നം. നമുക്ക് വിഷമം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ സർക്കാരിൻ്റെ നയം അതുതന്നെയാണ്. ദേവൻ ചേരുന്ന വിവരങ്ങളുമായി. ദേവൻ, ഒടുവിൽ മന്ത്രി പ്രതികരിക്കുകയാണ്. ആദ്യം തന്നെ പോലീസിനെതിരെ നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പോലീസ് ഒരു തിടുക്കം കാണിച്ചു ഇക്കാര്യത്തിൽ. അവരോട് പിന്നെ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നിയമപരമായ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയും മനുഷ്യത്വപരമായി കൂടി ചില വിഷയങ്ങളെ നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നിലവിൽ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത്? ഈ വിഷയത്തിൽ മന്ത്രി ഏത് തരത്തിൽ ഇടപെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഷാമിലി, വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെയായിരുന്നു ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും എറണാകുളം കിഴക്കമ്പലം മലയിടം തുരുത്ത് പട്ടികജാതി വിഭാഗങ്ങൾ താമസിക്കുന്ന മേഖലയിൽ ഇതൊരു കുടിയൊഴിപ്പിക്കൽ നടപടി ഉണ്ടായത്. അത് കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ആ കുടിയൊഴിപ്പിക്കൽ നടപടിയെങ്കിൽ കൂടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ബലപ്രയോഗം അവിടെ നടന്നത് വലിയ രീതിയിൽ വിമർശനത്തിനിടയാക്കി. പ്രത്യേകിച്ചും ഈ അവിടെ പ്രതിഷേധം ഉയർത്തിക്കുന്ന പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയും അവരെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉടൻ തന്നെ ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടുകയും പോലീസിന്റെ നടപടി നിർത്തിവെക്കാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകുകയും ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഇത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തുമുണ്ടായ നടപടിയിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കും DGP-യോടും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പ്രശ്നബാധിതർ ഇപ്പോൾ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒപ്പം തന്നെ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയും എല്ലാം തന്നെ നേരിട്ട് വന്ന് കണ്ടിരിക്കുകയാണ്. അവരുടെ ആശങ്ക മന്ത്രിയുമായി അവർ പങ്കുവച്ചു. അതിനുശേഷം ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ തുളസി പോലീസിന്റെ നടപടിയെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. ജനാധിപത്യ സമൂഹത്തിൽ മനുഷ്യത്വപരമായ ഇടപെടൽ നടത്തേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നാണ് മന്ത്രി കെ തുളസി പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും നിയമപരമായ കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നതെങ്കിൽ കൂടിയും അവിടെ മനുഷ്യത്വപരമായ ചില ഘടകങ്ങൾ കാണേണ്ടതുണ്ട്. അത്തരം പ്രവൃത്തികളാണ് ജനാധിപത്യ സമൂഹത്തിൽ വേണ്ടതെന്നും മാത്രമല്ല ഈ വിഷയത്തിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നവർക്കെതിരെയും ഒരു വിമർശനം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. വിഷയം ആളിക്കത്തിക്കുന്നതിന് പകരം പ്രശ്നബാധിതർക്ക് ആശ്വാസം എത്തിക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ ജനപ്രതിനിധികൾക്കും ഉണ്ട് എന്നൊരു കാര്യം കൂടിയാണ് മന്ത്രി പറയുന്നത്. പ്രത്യേകിച്ചും ഈ സംഭവം ഉണ്ടായിരുന്ന തൊട്ടു പിന്നാലെ തന്നെ CPM അടക്കമുള്ള പാർട്ടികൾ ആ സമരത്തിന് പിന്തുണയുമായി അവിടെ എത്തുകയും വലിയ രീതിയിൽ വിമർശനം സർക്കാരിന്റെ നടപടിയിൽ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ കൂടിക്കാഴ്ച ഈ പ്രദേശവാസികളുമായി നടത്തിയ കൂടിക്കാഴ്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. മന്ത്രിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിരുന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മലയിടം തുരുത്ത് പ്രദേശവാസികൾ മാധ്യമങ്ങളോട് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും അഡ്വക്കേറ്റ് കമ്മീഷൻ പക്ഷപാതപരമായി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ഈ പുറമ്പോക്ക് ഭൂമി പല സ്ഥലങ്ങളിലും പട്ടികജാതി വിഭാഗങ്ങൾ താമസിക്കുന്ന പല സ്ഥലങ്ങളിലും പുറമ്പോക്ക് ഭൂമിയിൽ വ്യാജരേഖ ഉണ്ടാക്കിക്കൊണ്ട് ഭൂമി കയ്യേറ്റം അല്ലെങ്കിൽ ഭൂമി കൈക്കലാക്കുന്ന നടപടിയുണ്ട്. അത്തരം ഒരു ശ്രമമാണ് മലയിടം തുരുത്തിലും ഉണ്ടായിരിക്കുന്നതാണ് ഈ പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നത്. ഏതായാലും ഈ കുടിയൊഴിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോടതിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്ന നിർദ്ദേശം. അതേസമയം സർക്കാർ ഈ വിഷയത്തിൽ കോടതിയോട് സാവകാശം തരുന്ന അടക്കമുള്ള നിയമ നടപടികളിലേക്ക് കടക്കാൻ കൂടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് അത്തരത്തിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി കോടതിയിൽ ഇടപെട്ടുകൊണ്ട് തന്നെ കോടതിയിൽ നിന്നും ഈ കുടിയൊഴിപ്പിക്കൽ നടപടിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സ്റ്റേ അല്ലെങ്കിൽ അത് വൈകിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടത്തിനാണ് ഇപ്പോൾ സർക്കാർ തയ്യാറെടുക്കുന്നത്. അത്തരത്തിലൊരു ഉറപ്പാണ് ഈ ജനങ്ങൾക്ക് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്നത്. ഷാമിലി. ശരി.